തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് നടത്തിയ ആ എൻട്രി ശരിക്കും ഒരു മെയിൻ ക്യാരക്ടർ എനർജി വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ തമിഴ്നാട് ഇലക്ഷൻ ഇപ്പോൾ വെറുമൊരു വോട്ട് പിടുത്തമല്ലായിരുന്നു, അത് അക്ഷരാർത്ഥത്തിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ FDFS പോലെയായിരുന്നു. ദ ഗോട്ട് എൻട്രി. തമിഴ് രാഷ്ട്രീയത്തിലെ നിലവിലെ സീൻ പറയുകയാണെങ്കിൽ അത് കുറച്ചു നാളായി ഒരേ പ്ലോട്ടിൽ പോവുകയായിരുന്നു. എന്നാൽ വിജയ് തൻ്റെ പാർട്ടി TVK പ്രഖ്യാപിച്ചതോടെ സീൻ മൊത്തം മാറുകയായിരുന്നു. ഇത് വെറുമൊരു പൊളിറ്റിക്കൽ മൂവ് അല്ലായിരുന്നു, ഇതൊരു സോഷ്യൽ മീഡിയ ഹേസ്റ്റ് കൂടിയായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസിലും എക്സിലും തമിഴ്നാട് ഇലക്ഷൻ ട്രെൻഡിങ്ങിൽ ഒന്നാമതായിരുന്നു. അതിന് കാരണം വിജയ് ആയിരുന്നു. ഫൺ ഫാക്റ്റ് എന്തെന്ന് വെച്ചാൽ, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ തമിഴ്നാട്ടിലെ ഗൂഗിൾ സെർച്ച് വോളിയം തന്നെ 200% കൂടിയത്രേ. ഇതിനെയാണ് നമ്മൾ ദ വിജയ് എഫക്റ്റ് എന്ന് തന്നെ വിളിക്കുന്നത്. നോ മോർ ഓൾഡ് സ്കൂൾ പൊളിറ്റിക്സ്. പഴയ കാലത്തെ പോലെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന രീതിയിൽ നിന്ന് മാറി വിജയ് തൻ്റെ സ്പീച്ചുകളിൽ ജെൻസി സ്ലാങ് ഇല്ലെങ്കിലും ഒരു വൈബ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓറ. അദ്ദേഹത്തിൻ്റെ ഓരോ റാലിയിലും ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ പോലെയായിരുന്നു നടന്നത്. മഞ്ഞയും കടും ചുവപ്പും കലർന്ന ആ പാർട്ടിക്കൊടി തന്നെ ഒരു പ്രത്യേക എസ്തറ്റിക് നൽകുന്നുണ്ടായിരുന്നു. യുവാക്കൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരവും ആക്ഷനുകളും അദ്ദേഹത്തിനൊരു പാരാ സോഷ്യൽ കണക്ഷൻ നൽകി. ഡെലുലു ടു ട്രൂലുലു. ദളപതിയുടെ സ്ട്രാറ്റജി. ആളുകൾ വിചാരിച്ചിരുന്നത് വിജയ് വെറുതെ വന്ന് കുറച്ച് ഡയലോഗ് അടിച്ചു പോകുമെന്നാണ്. ഡെലൂഷണൽ. പക്ഷേ പുള്ളി പ്ലാൻ ചെയ്തത് ശരിക്കും സ്ട്രക്ചേർഡ് ആയിട്ടായിരുന്നു. ഗ്രാസ് റൂട്ട് ലെവലുള്ള വർക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളെ ആദരിക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെ തുടങ്ങി. സിനിമയിലെ ആ സൈലൻറ്റ് ബട്ട് ഡെഡ്ലി സ്വാഗ് രാഷ്ട്രീയത്തിലും അദ്ദേഹം പയറ്റി. വിജയുടെ വിജയം എന്നത് വെറുമൊരു രാഷ്ട്രീയ വിജയമല്ല, അത് ഫാൻ ബേസ് ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ്. ലോകത്തുള്ള എല്ലാ വിജയ് ഫാൻസും ഇപ്പോൾ പാർട്ടിയുടെ വോളണ്ടിയർമാരായി മാറിയിരിക്കുന്നു. ഇത് ഡെമോക്രസിയെ ഒരുതരം ഫാൻറ്റം വാർ ആക്കിയിട്ടുണ്ട്. വിജയ് ജയിച്ചു എന്നതിനർത്ഥം തമിഴ്നാട്ടിലെ യുവജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ്. അവർക്ക് വേണ്ടത് ഒരു വൈബ് ഷിഫ്റ്റാണ്. തമിഴ്നാട് അസംബ്ലിയിൽ ദളപതി കയറുന്നത് കാണുവാൻ ഫാൻസ് കാത്തിരിക്കുന്നത് ലിയോയുടെ സെക്കൻഡ് ഹാഫിന് കാത്തിരിക്കുന്നത് പോലെയാണ്. ലളിതമായി പറഞ്ഞാൽ വിജയുടെ ഈ വിജയം തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു ന്യൂ എറയാണ്. ഇതിനെ നമുക്ക് ഒരു സിനിമയേക്കാൾ വലിയ വിജയമായി തന്നെ കാണേണ്ടത്. ചുരുക്കത്തിൽ വിജയുടെ ഇലക്ഷൻ വിജയം ഒരു സിനിമയേക്കാൾ വലിയ കൾച്ചറൽ ഫിനോമിനൻ ആയി മാറിയിരിക്കുന്നു. ഇനിയുള്ള 5 വർഷം തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത് ഒരു മാസ് ഹീറോ അല്ല, മറിച്ചൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണെന്ന് തെളിയിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ സക്സസ് മീറ്റിനായി കാത്തിരിക്കുന്നു.